ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല കിഡിലൻ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരും ഉണ്ടേ. അവർക്ക് വേണ്ടിയാട്ടോ ഇന്നത്തെ വീഡിയോ. ഞാനപ്പോൾ 1 കിലോ കപ്പയാട്ടോ എടുത്തിരിക്കുന്നത്. അതപ്പോൾ നന്നായിട്ട് പൊളിച്ച് വൃത്തിയാക്കി നമുക്ക് എടുക്കാം. ഞാൻ കപ്പയെ 2 പീസായിട്ട് മുറിച്ചെടുക്കുവാട്ടോ ചെയ്തത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടാൽ അത്തേലേക്ക് കൂടുതലും ചെളി പിടിക്കും. അപ്പോൾ ഇങ്ങനെ 2 പീസൊക്കെ ആയിട്ട് മുറിക്കുവാണെങ്കിൽ അത്തേൽ വലിയ ചെളി ആകത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കപ്പയെല്ലാം വൃത്തിയാക്കി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് നുറുക്കിയെടുക്കാനായിട്ട്. നുറുക്കിയെടുത്ത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കഴുകിയെടുക്കണം കേട്ടോ. ഞാൻ ഒരു തവണയെ കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ ഞാൻ നുറുക്കിയെടുക്കുവാണെങ്കിൽ നുറുക്കിയെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഇങ്ങനെയാട്ടോ നുറുക്കിയെടുക്കുന്നത്. കപ്പപ്പുഴുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. എന്നും പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി, അതും കൂടി പറയാനായിട്ടാട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. ഉറപ്പായിട്ടും അതെന്താണെന്ന് ഞാൻ പറയുന്നതായിരിക്കുമേ. അപ്പോൾ അതേ കപ്പ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്കാക്കി അതിനെ നികത്തി വെള്ളം ഒഴിച്ച് ഇനി അടുപ്പത്ത് വെക്കുവാണേ. അപ്പോൾ അത് ഞാൻ അടുപ്പത്ത് വെച്ചു. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയപ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ നന്നായിട്ട് മഞ്ഞ കളർ ആയിക്കോളും. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ, 2 പച്ചമുളക്, 8-10 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി, ജീരകം, കുറച്ച് കറിവേപ്പില. അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കണ്ടിച്ചിട്ടു. ഇനി ബാക്കിയുള്ള തേങ്ങയും ഉള്ളിയും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇപ്പോൾ ഇനി ഇതിലേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമ്മൾ ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, എന്നാലും ഈ അരപ്പിനും കൂടെ ഒരു മഞ്ഞ കളർ വരാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഉപ്പ് നമുക്ക് കപ്പ വേവിക്കുമ്പോൾ വേണമെങ്കിൽ ഇടാം. ഞാൻ ഈ അരപ്പിലേക്കാട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനി നിങ്ങൾക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ കപ്പ വേവുന്ന സമയത്ത് അതിലേക്കായാലും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി, ഓവറായിട്ട് അരഞ്ഞു പോകരുത്. ഞാൻ പക്ഷേ അരച്ചപ്പോൾ ഇച്ചിരി ഒന്ന് അരവ് കൂടിപ്പോയിട്ടുണ്ട്. ഇത്ര അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ കപ്പ നന്നായിട്ട് തിളച്ചു. ദേ നമുക്ക് വെന്തോന്ന് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ വെന്തോന്ന് മനസ്സിലായില്ലേ? ഇത് വെന്തു കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. തിളച്ചപ്പോഴേക്കും വെന്തായിരുന്നു. ഒത്തിരി വേവില്ലാത്ത കപ്പയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളമെല്ലാം ഊറ്റിക്കളയാം. അപ്പോൾ അത് ഞാൻ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് അരപ്പ് അടിയിലേക്ക് ആക്കണം. അപ്പോൾ അത് ഞാൻ അടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 10 സെക്കൻഡ് ഇതൊന്ന് മൂടി വെക്കണം. എന്നാലേ നമുക്ക് അരപ്പിലേക്ക് അരപ്പ് ശരിക്കും വെന്ത് വരത്തുള്ളൂ. അങ്ങനെ ഞാൻ 10 സെക്കൻഡിന് ശേഷം മൂടി തുറന്നപ്പോഴേക്കും അരപ്പും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ ഞാൻ 2-3 കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ച് അധികം ഇട്ടാൽ നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കപ്പപ്പുഴുക്ക് ഇപ്പം നമുക്ക് റെഡിയാവും. നിങ്ങൾക്ക് കപ്പപ്പുഴുക്ക് എന്ത് കറിയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം? എനിക്ക് മീൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ടോ ഇഷ്ടം. അപ്പോൾ പറയാൻ വന്നിരുന്ന ഒരു കാര്യം പറയാൻ വിട്ടുപോയില്ലേ, എന്താണെന്നോ? കഴിഞ്ഞ ബട്ടർ കപ്പയുടെ വീഡിയോയിൽ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും, ചേച്ചിമാരാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ഇട്ടോ കുറയ്ക്കണമെന്നും പറഞ്ഞ്. ഞാൻ നോർമലി സംസാരിക്കുമ്പോൾ ഇട്ടോ വരാറില്ല കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എവിടെ നിന്നാണോ എന്നറിയത്തില്ല ഇട്ടോ കയറി വരുക. എന്തായാലും കമൻ്റ് ഇട്ട ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ ഇത് കുറയ്ക്കാനായിട്ട്. വീണ്ടും ഇട്ടോ പറഞ്ഞു. എന്തോ അറിയാതെ വന്നു പോകുവാണ്. എന്തായാലും ഞാൻ അവരുടെ അഭിപ്രായത്തെ മാനിക്കുന്നു. മാക്സിമം ഞാനത് കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കാം. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും അത് കമൻറ്റിലൂടെ പറയണേ, എന്നാലല്ലേ എനിക്കത് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം, എന്നാലേ എനിക്കത് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.